എല്ലാവർക്കും ആർജടെക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോൾഡറിങ് അയണം. വെറും 5 രൂപ കൊണ്ട് ഒരു സോൾഡറിങ് അയൺ ഉണ്ടാക്കിയെടുക്കാം. കടയിൽ എന്താണ്ട് ഒരു 350 രൂപ ആ ഒരു റേറ്റിൽ തുടങ്ങിയ സോൾഡറിങ് അയണിൻ്റെ വില വരുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ വെറും 5 രൂപ കൊണ്ട് ഒരു പെൻസിൽ ഉപയോഗിച്ച് ഒരു സോൾഡറിങ് അയൺ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടന്നാലോ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് പോകാം. പക്ഷെ നമുക്ക് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെയൊക്കെ വേണ്ടത് ഒരു അഡാപ്റ്റർ, മൊബൈൽ ചാർജറിൻ്റെ അഡാപ്റ്റർ ആയാലും കുഴപ്പമില്ല, പഴയതായാലും. പിന്നെ പ്ലെയർ, നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ്, ഒരു ബ്ലേഡ്, പിന്നെ ഒരു പെൻസില്, വയർ, ഇത്രയും മതി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ നടക്കാം. ഈ പെൻസിൽ എടുത്തിട്ട് അതിൻ്റെ ഈ മൊനയില്ലേ, ആ മൊനയുടെ ഒക്കെ അത് നമ്മൾ ചെത്തിക്കളയാം. അത് ബ്ലേഡ് ഉപയോഗിച്ച് ചെത്തിയാൽ മതി. കട്ടർ വെച്ച് ചെത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അറ്റം മുറിച്ചിട്ടിട്ടും പക്ഷെ നമുക്ക് അത്രയും വലിയൊരു ഇഞ്ചോളം നമുക്കത് കട്ട് ചെയ്താക്കി ഹാഫ് ഫീറ്റ് മാത്രമായിട്ട് കിട്ടണം. അപ്പോൾ നമുക്കത് ചെയ്യാം. ചെയ്യുമ്പോൾ ബ്ലേഡ് ചെയ്യുമ്പോൾ കൈ മുറിയാതെ സൂക്ഷിച്ച് ചെയ്യണം. സൂക്ഷിച്ചതിനും കൈ മുറിഞ്ഞിരിക്കും. ചെത്തിയെടുത്തത്. ഇനി ഇതിനെ പിന്നെ രണ്ട് അറ്റങ്ങളിൽ ഒന്ന് വകഞ്ഞു കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വയറൊന്നേ ഇതൊന്ന് ചുറ്റുമ്പോൾ നാടും പോകാതിരിക്കാനാണ്. അപ്പോൾ അതൊന്ന് വകഞ്ഞു കൊടുക്കണം ഈ സൈഡിലായിട്ട് തന്നെ. അപ്പോൾ ചെറിയൊരു വകയുണ്ട്, അതൊന്ന് അവിടെ ഇരിക്കാൻ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ അതിൻ്റെ ടിപ്പ് അപ്പം അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഇതൊന്ന് ഇതിലേക്കൊന്ന് ചുറ്റാനുള്ള ഇപ്പം ചെയ്തെടുത്ത രണ്ടറ്റങ്ങളിലേക്ക് ഒന്ന് ചുറ്റണം. അപ്പം ഇതൊന്ന് ഇത്തിരി കൂടി ഒന്ന് നീട്ടി കൊടുക്കുക. ഇതിൻ്റെ സ്ട്രിപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ തന്നെ നെഗറ്റീവ് ആണ്. ഇനി പെൻസിലിൻ്റെ അവിടെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നെഗറ്റീവ് ടെർമിനൽ അതിൻ്റെ
മരത്തിൻ്റെ അവിടെയുള്ള ആ ഒരറ്റത്തായിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത്. അതല്ല ടൈറ്റ് കെട്ടണം. ടൈറ്റ് കെട്ടുമ്പോൾ ഇത് ഈ ഗ്രാഫൈറ്റ് ഇതിൽ ഒടിഞ്ഞു പോരാതെ നോക്കണം. ഒടിഞ്ഞു പോന്ന കാര്യം കഴിഞ്ഞു. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ പോസിറ്റീവ് ടെർമിനൽ ഗ്രാഫൈറ്റ് പോകുന്നു. അപ്പോൾ അപ്പോഴാണ് ഒടിഞ്ഞു പോകാൻ ചാൻസ്. അതൊന്ന് പോവാതെ നോക്കാം. സൂക്ഷിച്ച് ചുറ്റി കൊടുത്തു കഴിയുമ്പോൾ നമ്മളെ സോൾഡറിങ് അയൺ റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഇതൊന്ന് ഇൻസുലേറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇത് ഊരി പോരാണ്ടിരിക്കാൻ ഇൻസുലേറ്റ് ചെയ്തെടുക്കാം. ഇത്രയുള്ള പരിപാടി. അത് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാനായിട്ട് ലൂസ് കൂടാതിരിക്കാനായിട്ട് അത് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കാം. ചെറുതായിട്ട് ഇൻസുലേറ്റ് ചെയ്യാം. നമുക്കൊരു കോൺഫിഡൻസിന് വേണ്ടി തന്നെ നടുക്കൊന്ന് ചെയ്ത് കൊടുക്കണമല്ല ഇൻസുലേറ്റ്. അപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അവസാനം നമ്മുടെ ചെയ്ത് കഴിഞ്ഞു, ഉണ്ടാക്കി കഴിഞ്ഞ്. ഇതാണ് സാധനം. ഇതിനെ നമുക്കൊന്ന് ചൂടാവോ ഇല്ലേന്നൊന്ന് പരീക്ഷ നോക്കണ്ടേ? പരീക്ഷ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒരു 4 മുതൽ 12 വരെ കിട്ടുന്ന ഒരു അഡാപ്റ്ററാണ്. 4 വോൾട്ടേജ് മുതൽ 12 വോൾട്ടേജ് വരെ കിട്ടുന്ന ഒരു അഡാപ്റ്ററാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊബൈലിൻ്റെ ചാർജർ മതി. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യത്തിന്, ആ എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യത്തിന് ഇത് വലിച്ചോളൂ. അത് തന്നെ ഇതിൽ നിന്ന് വലിപ്പിച്ചോളൂ. നമുക്ക് ഇത് ശരിക്കും ഇത് നടക്കണത് ഒരു 5 വോൾട്ട്, ആ ഒരു വോൾട്ടേജിലാണ് നടക്കണം. അപ്പം നമ്മളെ മൊബൈൽ ചാർജേഴ്സിൻ്റെ ഒക്കെ അഡാപ്റ്റർ 5 വോൾട്ട് ആയിരിക്കും. 5 വോൾട്ടാണ്. അത് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ചൂടാവുന്നുണ്ടോ ഇല്ലേന്ന്. നമുക്കത് നോക്കാം. നമുക്ക് നോക്കിയാൽ ഇതൊരു ഏകദേശം 10 സെക്കൻഡ് മതി ചൂടാവാനായിട്ട്. ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇവിടെ പുക വരുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇവിടെ പുക വരുന്നുണ്ട് ചൂടായിട്ട്. നമുക്കൊന്ന് ഇപ്പോൾ നമ്മൾ സ്ട്രിപ്പ് ചെയ്തിട്ട് ആ ഒരു പ്ലാസ്റ്റിക് അതിനകത്തുള്ള ഉരുകി പിടിക്കും. അത് കാണിച്ചു തരാം. ഇപ്പം ചൂടായിട്ട് പുക പോകണത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പുക പോകുന്നുണ്ട്. ഇത് ചെയ്യാണ്. ഇതുരുക്കിപ്പോയി. വേണ്ട, ഇതുരുക്കി പോവാ. നമ്മുടെ സാധനം വർക്കൗട്ടായി. ഉരുക്കി പോവാ. വേണ്ട, അടിപൊളിയായിട്ട് ഉരുക്കി പോകുന്നത്. അടിപൊളിയായിട്ട് ഉരുക്കിക്കളയാം. സംഭവമൊക്കെ വർക്കൗട്ടായി. 5 രൂപ കൊണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. അത്ര ഇതൊന്നുമില്ല. ഇൻസുലേഷൻ്റെ ഒക്കെ വീട്ടിലുണ്ടാവും. അപ്പം ഇതിന് പുക പോകണമെന്ന് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്യാമറയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ കാണാതിരിക്കുക. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇനി ഇതേപോലെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാമെന്ന പ്രതീക്ഷയിൽ ഞാൻ നിൽക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരാം. എന്നാലും നമുക്ക് ഇതിന് നല്ല സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഊർജ്ജം നൽകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നോക്കട്ടെ. അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അങ്ങനെ ക്യാമറ മച്ചാൻ ആൽവിൻ്റെ ഒപ്പം ഇറ്റ്സ് മീ റെമിൽ ജോൺസൺ സൈനിങ് ഔട്ട്.